ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. പരിയാപുരം ട്രൈവാലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. ഞാനും ഉമ്മയും അഫ്നയും അതുപോലെ തന്നെ ഉദമോളും കൂടിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോണത്. ഉദമോൾ എന്ന് പറയുമ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോളാണ്. കൂടാതെ ഞങ്ങളുടെ കൂടെ മാമിയും അതുപോലെ തന്നെ മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ മലയാള സർവകലാശാലൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ TMG കോളേജും ഉള്ളത്. അങ്ങനെ അരിക്കാഞ്ചിറ വരെ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തി എല്ലാവരും കൂടി ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗെയ്സ്, ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പിസ്ത ഡ്രിങ്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് കല്യാണപ്പെണ്ണും ചെക്കനൊക്കെ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് ബീഫ് മന്തിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. രണ്ടും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ബീഫ് മന്തിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി കൂടി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കനും പെണ്ണൊക്കെ എത്തിയിട്ടുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ അവിടെ കാവുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് കാവ കുടിക്കാം. എനിക്ക് കാവ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല. അമ്മയും അമ്മാമ്മയൊക്കെ കാവ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആലത്തൂരുള്ള എൻ്റെ കുറച്ച് പരിചയക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. മുകളിൽ ഗാനമേളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ചെക്കനും പെണ്ണും ഇതാ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കല്യാണപ്പെണ്ണിൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിനാണ് ഉള്ളത്. അപ്പം ഇന്നലെ പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. ചെക്കൻ്റെ വീട്ടിലത്തോരെല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പെണ്ണിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെക്കൻ്റെ വീട്ടിലോട്ട്. ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലുള്ള എല്ലാവരും ചെക്കൻ്റെ വീട്ടിലോട്ട് വരും. അങ്ങനെ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ. കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, റെഡിയല്ലേ? സ്റ്റേജിലേക്ക് വരില്ലേ? റെഡി? അങ്ങനെ പിന്നെ നമ്മൾ ബ്രൈഡിനും ഗ്രൂമിനും കൂടി സ്റ്റേജിലോട്ട് കൊണ്ടുവരികയാണ്.
അങ്ങനെ ചിക്കനും പെണ്ണും സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഗാനമേളൻ്റെ ടീമൊക്കെ സ്റ്റേജിൽ നല്ല അടിപൊളിയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിനി കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വോളിയം ഒക്കെ കുറച്ച് വെച്ചതാണ്. അങ്ങനെ ചിക്കനും പെണ്ണും സ്റ്റേജിന്മേലെത്തിയതിന് ശേഷമുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അവരുടെ പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇർഷാദാൻ്റെ അമ്മായിമാരാണ്. അവരും പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓട്ടോയിൽ അരിക്കാഞ്ചിറ പോയിട്ട് ഇറങ്ങണം. ശേഷം അവിടുന്ന് ഐമോ ബസ്സിൽ കയറിയിട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ അരിക്കാഞ്ചിറ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൃത്യം 2:30 മണിയായപ്പോൾ അരിക്കാഞ്ചിറ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ 3:45 ആയിക്കണിട്ട് ബസ് വരാൻ വേണ്ടിയിട്ട് അത്രയും നേരം ഞങ്ങൾ അവിടെ വെറുതെ പോസ്റ്റായിട്ട് നിന്നു. അപ്പോൾ കൂട്ടായിക്ക് എപ്പോഴും ബസ് ഉണ്ടാവും തിരുവന്ന്. പക്ഷേ അയിമൂത്തേക്ക് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ള ബസ് തന്നെ ഇന്ന് ലീവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരം നിൽക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ അവിടേക്ക് അയിമൂത്തേക്കുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.